ജെയിംസേ, മരണക്കിണർ കാണാൻ കണ്ടമാനം ആള് കൂടിയിട്ടുണ്ട്. നീ ഒന്ന് വേഗം ചെല്ല്. എനിക്ക് വയ്യ, കാലിന് തീരെ സുഖമില്ല. ഭരതനുമില്ല. നീ ഒന്ന് ചെല്ല് ജെയിംസേ. വയ്യായിട്ടല്ലേ പറഞ്ഞത്? അവനവന്റെ കാലിന് വലുതല്ലോ ജോലി. നിനക്ക് ഈയിടെയായി കാലുവേദന ഇത്തിരി കൂടുന്നുണ്ട്. നിനക്ക് തോന്നുന്നുണ്ടായിരിക്കും ഭരതൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിന്നെ കാല് പിടിക്കുമെന്ന്. നീ പോടാവില്ലേ? മരണക്കിണർ നടക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. 3-4 വർഷമായി ബൈക്ക് ഓടിച്ചിട്ട് എന്ന് വെച്ച അണ്ണ മരം കയറുന്ന മറക്കുന്നു. ഒരുത്തനില്ലെങ്കിൽ ഇത് കൊണ്ടു നടത്താൻ എനിക്കറിയാം. വേണ്ട, നിങ്ങൾ ഓടിക്കണ്ട. ഇന്നൊരു ദിവസം മരണക്കിണറില്ലെങ്കിലും കുഴപ്പമൊന്നും വരില്ല. എനിക്ക് വയ്യ ഇവന്റെയൊക്കെ പോസും കണ്ടോണ്ടുന്ന ആളുകൾ ആട്ടുനിപ്പ് കേൾക്കാൻ. വേണ്ട, നിങ്ങൾ ഓടിക്കരുത്. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നീ നിന്റെ പണി നോക്ക്. വേണ്ട, അയ്യോ പോകരുത്. ഞാൻ പറയുന്നത് കേൾക്ക്. ഭരതനല്ല, ഭാഗ്യ ഓടിക്കുന്നത്. മനസ്സിലായി. രണ്ടുപേരിൽ ഒരാൾ ഇല്ലാതാവണം. എങ്കിലേ നമ്മൾ ജീവനോടെ ഇരിക്കൂ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എന്താ ലോപം? ഇനി ഇവിടെ കളിയിലെന്നാ പറഞ്ഞത്. അടുത്ത കളി പാലക്കാട്ടാണെന്ന്. റാണി ഇവിടെ? ഭായി മരിച്ച ദിവസം ഹോസ്പിറ്റലൈസ് ചെയ്തതാ. ഇതുവരെ ഭേദമായിട്ടില്ലെന്നാ ജെയിംസ് പറഞ്ഞത്. ഇപ്പോഴും നല്ല പനിയുണ്ടെന്ന്. ഏത് ഹോസ്പിറ്റലാ? അതിനോട് പറഞ്ഞില്ല സർ. അതൊന്ന് അന്വേഷിച്ചറിയണം. എന്നിട്ട് എന്നോട് പറയണം. ഞാനും അതാ പറഞ്ഞു വരുന്നത്. കത്ത് കിട്ടിയത് ഭാഗ്യമായി. നിർത്തടാ. ഭർത്താവ് മരിച്ച് 2ാം പക്കം തന്നെ നീ കാമുകന്മാരുടെ എണ്ണം കൂട്ടിയല്ലേടി? ഈ ലോകത്ത് വേറെ ആര് വിശ്വസിച്ചില്ലെങ്കിലും ശരി, ഞാൻ പറയുമ്പടാ നീയാണ് ഭായിയെ കൊന്നൊന്ന്. ഇറങ്ങി പോടാ പുറത്ത്. മിണ്ടല്ലടാ. നിയമം നിന്നെ ഒന്നും ചെയ്യില്ലായിരിക്കും, പക്ഷേ ഞാൻ നിന്നെ വെറുതെ വിടില്ല. നിന്റെ അന്ത്യം എന്റെ കൈ കൊണ്ട് തന്നെ ആയിരിക്കൂടാ. നീ നോക്കി വെച്ചോ. കൊള്ള കാഫറേ. ഇവന്റെ അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട്. സാരമില്ല, ഞാൻ വഴി കണ്ടിട്ടുണ്ട്. ഇത്രയും കാലം ഭായി ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാനൊന്നും ചെയ്യാതിരുന്നത്. ആ റാണിയുടെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. പാവം. ജെയിംസ് തന്നെയാണോ ഭായിയെ കൊന്നത്? ഏതായാലും അതൊരു അപകട മരണമല്ല, അതെനിക്ക് ഉറപ്പാ. ആ, ഇനിയിപ്പോ പഴയ സാധനങ്ങളൊക്കെ എടുത്ത് പൊടി തട്ടി വെക്കാം അല്ലേ അച്ഛനെ? ഇനി മുച്ചീട്ടും നാടകത്തൊന്നും വേണ്ടടാ, മടുത്തു. മനസ്സിലായി. ഗൗരിക്കാണെങ്കിൽ ഇതൊന്നും പണ്ടേ ഇഷ്ടമല്ല. അപ്പൊ പിന്നെ പോടാ.
എനിക്ക് ശരിക്കും മടുത്തിട്ട. ആ ഇനിയിപ്പോ പലതും മടുക്കും. മാങ്ങാ സീസൺ ആണെങ്കിൽ അതും കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്യണം. 2 ദിവസം കഴിയട്ടെ പറയാം. കുറച്ച് കാശ് വേഗം ഉണ്ടാക്കണം. കല്യാണം. ഇനി പലതും തോന്നും. അങ്ങനെ 4 നാളായി എന്റെ ഉള്ളിൽ തീയാണ്. കഥ 4 പേരറിഞ്ഞു പോയാൽ പാടാണ്. 4 നാളായി എന്റെ ഉള്ളിൽ തീയാണ്. കഥ 4 പേരറിഞ്ഞു പോയാൽ. തന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നാ. എന്താ ചേട്ടാ കാര്യം? കാർണിവലിൽ വെച്ച് ജെയിംസിനെ കൊല്ലാൻ ശ്രമിച്ചത് 1ാമത്തെ ചാർജ്. അടുത്ത ചാർജ് യൂണിഫോം ഇട്ട പോലീസ് ഉദ്യോഗസ്ഥനെ കയ്യേറ്റം ചെയ്തു. തക്കതായ കാരണമില്ലാതെ ഇത് സംഭവിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാടോ? പാടോ പോവാ. ഞാൻ പോയിട്ട് വരാം. ആറ് മാസത്തേക്ക് ശിക്ഷിച്ചു. ഡ്യൂട്ടി സമയത്ത് യൂണിഫോം ഇട്ട പോലീസ് ഉദ്യോഗസ്ഥനെ ദേഹോപദ്രവം ഏൽപ്പിച്ചതിനായിരുന്നു ശിക്ഷ. ജെയിംസിനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന ആരോപണം കോടതി കണക്കിലെടുത്തില്ല. അതുകൊണ്ടാണ് ശിക്ഷ കുറഞ്ഞത്. വളരെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ജയിലിൽ കാണാൻ ചെന്നാൽ മതിയെന്ന് ആശാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോട്ടെ. ഭരതൻ തീർച്ചയായിട്ടും വരും മോളെ. മോള് വിഷമിക്കണ്ട. കാണാവുന്ന കരുതി കാത്തിരുന്നു ഇത്രയും നേരം. പാവം.